സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചേ പ്രഖ്യാപനം നടത്താവൂ. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ 146 പ്രതിപക്ഷ എം പിമാരെ BJP ഗവൺമെൻറ് പുറത്താക്കിയിരിക്കുകയാണ്. അതാണ് ഇന്ന് കേരളത്തിൻ്റെ പ്രശ്നം, ഇന്ത്യയുടെ പ്രശ്നം. നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. VD സതീശൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ, ലോകസഭയിൽ ഞങ്ങൾ ഒരാളേ ഉള്ളൂ, ഞങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഒരാൾ, 18 UDF അല്ലേ, അതിലേതാണ്ട് എല്ലാവരെയും പുറത്താക്കിയില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ എത്ര കാലമായി ഇടതുപക്ഷ വിരുദ്ധ അവസ്മാരവും കൊണ്ട് നടക്കുക? അതുകൊണ്ട് നിങ്ങൾ തെറ്റ് തിരുത്തുക, ഇന്നത്തെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുക, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ പാർലമെൻറ്റ് മെമ്പർമാരെ മുഴുവൻ പുറത്താക്കുന്നത് എന്തിൻ്റെ ലക്ഷണം? ഒരു ഫാസിസ്റ്റ് ഭരണരീതിയുടെ ലക്ഷണമാണ്. ഇന്ത്യ നേരിടുന്ന പ്രശ്നം അതാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള നിലപാടാണ് ഇന്ത്യക്ക് ആവശ്യം. അതിന് പകരം വടിയെടുത്ത് ഞങ്ങൾ തെരുവിലിറങ്ങും, അടിച്ചോടിക്കും എന്ന പ്രഖ്യാപനമല്ല പ്രതിപക്ഷ നേതാവേ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കലാണ്. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സുരക്ഷിതത്വമാണ്. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അത് എല്ലാവർക്കുമുള്ളൊരു പഴഞ്ചൊല്ലാണ്, ഒരാൾക്ക് മാത്രമുള്ള പഴഞ്ചൊല്ലല്ല. ആ പഴഞ്ചൊല്ല് എല്ലാവർക്കും ബാധകമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ കല്യാശ്ശേരി പരിപാടി നടത്തുന്നത് പഴയങ്ങാടിയില്ല, ഒരു 10-25,000-ൽ പരം ജനങ്ങൾ സമ്മേളിച്ചൊരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് 3-4 ആളുകൾ കല്ലെടുത്ത് ഒരു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ എറിയാൻ പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളത് ആലോചിക്കുക. ഏതാ തെറ്റ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ പോലീസ് സ്റ്റേഷൻ്റെ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ മുമ്പിൽ ചെന്ന് കല്ലെറിയല്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ അവിടുത്തെ ജനത കാണിച്ചിട്ടുള്ള ക്ഷമ, ഉയർന്ന രാഷ്ട്രീയ ബോധം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരവിടത്തേക്ക് പറഞ്ഞയച്ചവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇതല്ല ചെയ്യേണ്ടത്. അതവർ മനസ്സിലാക്കണം. കേരളത്തിലെ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം മനസ്സിലാക്കേണ്ട കാര്യമാണത്.